കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ണൂർ ബൈപ്പാസ് ആണ്. അപ്പോൾ കണ്ണൂർ ബൈപ്പാസിലെ അപ്ഡേറ്റ്സ് നമ്മുടെ കീഴ്ത്തള്ളി മുതൽ പാപ്പിനിശ്ശേരി വരെയാണ് കണ്ണൂർ ബൈപ്പാസ് വരുന്നത്. നമ്മളങ്ങനെ കീഴ്ത്തള്ളി ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കീഴ്ത്തള്ളിയിൽ ഇവിടെ വലിയൊരു വയഡക്റ്റാണ് വരുന്നത് കേട്ടോ. നിലവിൽ ഈ വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ വിശ്വസമുദ്ര എന്ന ആന്ധ്ര ബേസ്ഡ് കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ കണ്ണൂരിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കൊണ്ട് നമുക്ക് ഈ പാതയിലൂടെ കടന്നു പോകാൻ സാധിക്കും. പൂർണ്ണമായിട്ടും കണ്ണൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് പുല്ലൂപ്പിക്കടവ് എന്ന മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തു കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. എന്തായാലും കണ്ണൂരിലെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവാൻ പോകുന്ന ഒരു ദേശീയപാത വികസനം കൂടിയാണ് ഇത്. നമുക്കൊക്കെ അറിയാം, പകൽ സമയത്ത് കണ്ണൂർ ടൗണിലുള്ള ബ്ലോക്ക്, നമ്മുടെ പുതിയ തെരു മുതൽ മേലെ ചൊവ്വ വരെ വലിയ ട്രാഫിക് ബ്ലോക്കുകളാണ് അനുഭവപ്പെടുക. എന്തായാലും ഈ പാത വരുന്നതോടുകൂടി അതിനൊക്കെ ഒരു പരിഹാരമാകും. ദീർഘദൂര യാത്ര ചെയ്യുന്നവർ ചരക്ക് വാഹന ഗതാഗതത്തിനും ഇത് വലിയൊരു ആശ്വാസമാകും. നമ്മൾ കീഴ്ത്തള്ളിയിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. കീഴ്ത്തള്ളിയിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ നിലവിൽ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്പാനിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്പാനിൻ്റെ വർക്ക് കഴിഞ്ഞ ഇടത്ത് ഗേഡറുകൾ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഷട്ടറിങ് പ്രവൃത്തികൾ കഴിഞ്ഞ് അതിന് മുകളിൽ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഭൂരിഭാഗം പ്രേക്ഷകർ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെന്ന് അറിയാം. ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ണൂരിലുള്ള പ്രേക്ഷകർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ണൂരിലെ രണ്ടാമത്തെ റീച്ചായ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് വിശ്വസമുദ്ര എന്ന കമ്പനിയാണ്. ഏകദേശം 2030 കോടിക്കാണ് ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ തളിപ്പറമ്പ് കുറ്റിക്കോൽ മുതൽ മുഴുപ്പിലങ്ങാട് വരെ 29.9 കിലോമീറ്റർ റീച്ച് വരുന്നത്. നമ്മുടെ ഈ ഭാഗം മുതൽ കുന്നുകളുള്ള പ്രദേശമാണ്. അത് കഴിഞ്ഞ് പുല്ലോപ്പിക്കടവ് ഭാഗത്ത് കണ്ടൽക്കാടുകളും ചതുപ്പ് പ്രദേശത്തു കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. നമ്മുടെ താഴെ ചൊവ്വയെന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഓവർപാസ് വരുന്നതാണ്. ഈ ഓവർപാസിൻ്റെ താഴെയായിട്ട് മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരി പാത നിർമ്മിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഓവർപാസിൻ്റെ ഈ വലതുഭാഗത്തായിട്ട് അന്നൊരു വീട് ഉണ്ടായിരുന്നു. അത് മഴക്കാലത്ത് ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഈ ഭാഗത്ത് ഓവർപാസിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റ് വർക്ക് താഴെയായിട്ട് അതിന് നിർമ്മാണം നടക്കുകയാണ്. JCB ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ താൽക്കാലികമായിട്ട് ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. എന്തായാലും അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വലിയ കുന്നുകളാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കുന്നത്. ഇവിടെ വലിയ കുന്നാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നല്ല താഴ്ചയുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓവർപാസ് നിർമ്മിച്ചത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് സെറ്റാക്കിയിട്ട് നിലവിലിപ്പോൾ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ. നമ്മുടെ കീഴ്ത്തള്ളി മുതൽ വാരം വരെ കുന്നുള്ള പ്രദേശമാണ്. മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് നിലവിൽ ഈ ഭാഗത്തൊക്കെ റോഡ് നിർമ്മിക്കുന്നത്. ഇവിടെ മുതൽ കുറച്ച് താഴ്ചയുള്ള പ്രദേശമാണ്. ഏകദേശം മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കൾവേർട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിലാനൂർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിലാനൂർ ഭാഗത്ത് അണ്ടർ പാസേജാണ് വരുന്നത്. അതിൻ്റെ അപ്രോച്ച് റോഡാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു കൾവേർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴ്ന്ന പ്രദേശമാണ് കുറച്ച്. വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ദൃശ്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ വേനൽക്കാലത്തും ഈ ഭാഗത്തൊക്കെ ചതുപ്പ് പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ വിശ്വസമുദ്രയുടെ ഒരു ക്രഷറി ഇവിടെയുണ്ട്. അപ്പോൾ നിലവിൽ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് മെറ്റലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ വലതു ഭാഗത്തായിട്ട് ഇനി നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു 7 മാസത്തോളമായി നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് വീഡിയോസ് ചെയ്തിട്ട്
ഇവിടെ താഴെ ചൊവ്വെന്ന് വരുന്ന റോഡാണ് നമ്മൾ ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. ഈ തിലാനൂർ ഭാഗത്തെ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനിയും മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് ചെറിയൊരു കൾവേർട്ടുണ്ട്. ഇവിടെ മുതൽ വയറുള്ള പ്രദേശമാണ് കേട്ടോ, താഴ്ന്ന പ്രദേശമാണ്, ചതുപ്പുള്ള പ്രദേശമാണ്. അതുകൊണ്ട് വെള്ളം ഇരുവശത്തോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടാണ് ഇവർ ഈ പാത, 6 വരി പാത നിർമ്മിക്കുന്നത്. ഇടത് ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. കോൺക്രീറ്റ് വാളുകളാണ് ഇരുവശത്തോട്ടും നിർമ്മിക്കുന്നത്. അതിനുശേഷം മണ്ണടിച്ച് സെറ്റാക്കി ഉയർത്തിയിട്ട് വേണം പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്തും കൾവേർട്ട് വരുന്നുണ്ട്. ഒരുപാട് കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടാണ് ഇവർ പാത നിർമ്മിക്കുന്നത്. എന്തായാലും ഇടത് ഭാഗത്തായിട്ട് ഡ്രെയിനേജ്, റെഡിമെയ്ഡ് ഡ്രെയിനേജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഇപ്പോൾ ചെറിയൊരു തോട് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള MNBയും നിർമ്മിച്ചിട്ടുണ്ട്. MNB കം അണ്ടർ പാസേജ് ആണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാതയിൽ കൂടി കടന്നു പോകുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ പാതയിൽ കൂടി നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും ഭാവിയിൽ. അപ്പോൾ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന പദ്ധതിയാണ് നമ്മുടെ ദേശീയപാത കടന്നു വരുന്നതോടുകൂടി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ മുതൽ വയഡക്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വയഡക്റ്റിൻ്റെ ഒരു വശത്തുള്ള വർക്കുകൾ, കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് സ്പാനിന് മുകളിലായിട്ട് ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷട്ടറിങ് വർക്കാണ് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഷട്ടറിങ് വർക്കും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്ക് ഒരു ഭാഗത്തുള്ള ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ മാത്രമാണ് നടന്നു കൊണ്ടിരുന്നത്. നിലവിലിപ്പോൾ നല്ല വർക്ക് പുരോഗതി നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഷട്ടറിങ് പ്രവൃത്തികൾ ഇടത് ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കാൻ ബാക്കിയുള്ളത്. ഇനി മറുവശത്തായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വിശ്വസമുദ്ര നല്ല പുരോഗതി നമുക്ക് വർക്ക് ഇവരെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കുന്നുള്ള പ്രദേശമാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഉയരമുള്ള പ്രദേശമാണ്. അപ്പോൾ മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ്, അപ്പോൾ ആ കുന്നിടിച്ചിട്ടാണ് നമുക്ക് നേരെ കാണാൻ സാധിക്കും. ഈ അപ്രോച്ച് ഭാഗത്ത് വലിയ മല ഇടിച്ചിട്ട് താഴ്ന്നിട്ടാണ് ഇവിടെ പാത നിർമ്മിക്കുന്നത്. ഇവിടെ 2 ഭാഗത്തായിട്ടും സോയിൽ നെയിലിംഗ് നടത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് സമാനമായ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാര്യമായ വർക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കുന്ന് കഴിഞ്ഞ് വീണ്ടും താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ വയഡക്റ്റ്, വീണ്ടും ഒരു വയഡക്റ്റ് കൂടി വരുന്നുണ്ട്. വയഡക്റ്റിൻ്റെ മുകളിലായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഷട്ടറിങ് പ്രവൃത്തികളും തുടങ്ങിയിട്ടുണ്ട്. ഈ വയഡക്റ്റ് കഴിഞ്ഞുള്ള ഭാഗത്ത് വീണ്ടും ഒരു കുന്ന് പോലെയുള്ള പ്രദേശമാണ്. അപ്പോൾ മണ്ണെടുത്ത് താഴ്ന്നിട്ട് ആ ഭാഗത്ത് സോയിൽ നെയിലിംഗ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോഴേക്കും അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മളങ്ങനെ മുണ്ടയാട് ഭാഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടയാട് അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ടുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ അപ്രോച്ച് റോഡിൻ്റെ ഈ ഭാഗത്തുള്ള വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടന്നിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കഴിഞ്ഞ തവണ അതേപോലെയുള്ള വർക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മളെ വാരം അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ മുണ്ടയാട് അണ്ടർ പാസേജിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത്. കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വാരം അണ്ടർ പാസേജാണ് വരുന്നത്. കുറച്ച് ഭാഗത്തായിട്ട് നിലവിലിപ്പോൾ മെറ്റൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്തൊരു റോഡ് കുറുകെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആ ഭാഗം മാത്രമാണ് ഇനി മണ്ണടിച്ച് സെറ്റാക്കാൻ ബാക്കിയുള്ളത്. ഇത് വലിയൊരു ഹൈ ടെൻഷൻ കേബിള് കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഒരു സബ്സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട്.
വാരം ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നേരത്തെ വർക്ക് കഴിഞ്ഞ ഏരിയ ആണ് കേട്ടോ. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ കുറച്ച് താഴ്ന്നിട്ടാണ് റോഡ് ആറുവരിപ്പാത വരുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. വാരം ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. താഴെയായിട്ട് വാഹനങ്ങൾ പോകുന്നില്ല കേട്ടോ. ഇനിയും വർക്ക് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. ഈ സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു അണ്ടർ പാസേജാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്കായി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്താൻ ബാക്കിയുണ്ട്. ഈ അണ്ടർ പാസേജിന് താഴെയുള്ള വർക്കുകൾ പുരോഗമിച്ചതിന് ശേഷമായിരിക്കും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് തുടങ്ങുക. ഇവിടെ മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡിലായിട്ട് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ബിറ്റ് അടിച്ച് കയറ്റിയിട്ട് ഇനി സോയിൽ നെയിലിങ് നടത്താനുള്ള വർക്ക് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. വാരം ശ്രീ കുറുമ്പ ക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തലേദിവസം രാത്രിയാണ് ഇവിടെ ഉത്സവം കഴിഞ്ഞത്. അപ്പോൾ ഈ ഭാഗത്തുള്ള സുഹൃത്തുക്കളൊന്ന് കമൻറ്റ് ചെയ്യണം. കുന്നുള്ള പ്രദേശം കഴിഞ്ഞ് ഇനി താഴ്ന്ന പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ പുല്ലോപ്പിക്കടവിലോട്ടുള്ള റോഡ് സ്റ്റാർട്ടാവുകയാണ്. ഈ ഭാഗത്തൊക്കെ ഏകദേശം വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലതു ഭാഗത്ത് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇടതു ഭാഗത്ത് മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ പുല്ലോപ്പിക്കടവിൻ്റെ ഭാഗത്ത് ചതുപ്പോട് കൂടിയുള്ള പ്രദേശവും നമ്മുടെ കണ്ടൽക്കാട് പ്രദേശത്ത് കൂടിയാണ് ഈ ആറുവരിപ്പാത കടന്നു പോകുന്നത്. ഇവിടെയും ഒരു ഹൈ ടെൻഷൻ കേബിൾ കടന്നു പോകുന്നുണ്ട്. സൂക്ഷിച്ചിട്ട് പറത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഡ്രോണ്. ഈ വയലിന് മുകളിൽ മണ്ണടിച്ച് സെറ്റാക്കിയിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ ആറുവരിപ്പാത നിർമ്മിക്കുന്നത്. നമ്മൾ പള്ളിപ്രം ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വർഷത്തിൽ കൂടുതൽ ഏകദേശം 1.5 വർഷം എടുക്കുമെന്ന് തോന്നുന്നു നമുക്ക് ഈ പാത പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാൻ വേണ്ടി. ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വിശ്വസമുദ്ര ഈ ഭാഗത്ത് വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. GSPയിൽ എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്തിട്ട് ജിയോ ഷീറ്റിലാക്കിയിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ഈ ഭാഗത്തായിട്ട് കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് റോഡ് കുറുകെ പോകുന്നുണ്ട്. ഇവിടെ മേൽപ്പാലമാണ് വരുന്നത്. താഴെയായിട്ട് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ മേൽപ്പാലത്തിൻ്റെ ഒരു വശത്തെ വർക്ക് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇനി കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. മറുവശത്തെ സ്പാനിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. രണ്ട് വശത്തും മണ്ണടിച്ച് ഉയർത്തിയിട്ട് അതിന് മുകളിൽ വയഡക്റ്റാണ് വരുന്നത്. പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് റോഡ് നിർമ്മിക്കുക എന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഇവർ വിശ്വസമുദ്ര റോഡ് ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് വയഡക്റ്റിൻ്റെ മുകളിലായിട്ട് ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനിയും കുറച്ച് ഭാഗങ്ങളിലായിട്ട് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്.
നമ്മളങ്ങനെ പുല്ലൂപ്പിക്കടവ് ഭാഗത്തോട്ട് പോകുകയാണ് കേട്ടോ. നമ്മുടെ കക്കാടെന്ന് വരുന്ന റോഡാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഗേഡറുകൾ വെച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തുള്ള ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാൻ ബാക്കിയുണ്ട്. ഒരുപാട് ചെമ്മീൻ കെട്ടുകളാണ് ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതുള്ളത് കേട്ടോ. അപ്പോൾ ചതുപ്പ് പ്രദേശത്തോട് കൂടി നമ്മുടെ പുല്ലൂപ്പിക്കടവിലൂടെ പൂർണ്ണമായിട്ടും കണ്ണൂർ ടൗണിൽ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ മനോഹരമായ പാത കടന്നു പോകുന്നത്. നമ്മുടെ കണ്ണൂരിൻ്റെ കേരളത്തിൽ തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന പല പദ്ധതികളുമാണ് ഇനി വരാൻ പോകുന്നത്. ഇവിടെ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത്. താഴെയായിട്ട് ഈ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് വാഹനങ്ങൾ പോകുന്നില്ല, പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇരുവശത്തോടു കൂടിയാണ് ഈ അണ്ടർ പാസേജിൻ്റെ സൈഡ് കൂടിയാണ് വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണാടിപ്പറമ്പ് പോകുന്ന റോഡാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കാൾടെക്സ് ജംഗ്ഷൻ, താണെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന റോഡാണ്. ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഓവർപാസാണ് വരുന്നത്. ഓവർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് അതിന് മുകളിലായിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകാൻ കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഓവർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ ഗേഡറുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മണ്ണടിച്ച് ഉയർത്തിയിട്ട് വീണ്ടും ഒരു വയഡക്റ്റ് ഇവ മുതൽ വരികയാണ് കേട്ടോ. അപ്പോൾ ഒരു വശത്ത് വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ നടത്താൻ വേണ്ടി കമ്പി കെട്ടി സെറ്റാക്കിയിരിക്കുകയാണ്. കുറച്ച് ഭാഗങ്ങളായിട്ട് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്ത് ഗഡർ ഇൻസ്റ്റാളേഷൻ നടത്തി ഷട്ടറിങ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്തിന് ഈ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം മണ്ണടിച്ച് ഉയർത്തി നടക്കുകയാണ്.
വീണ്ടും ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. അതിന് മുകളിലായിട്ട് ഇനി കോൺക്രീറ്റ് വർക്ക് കുറച്ചു ഭാഗങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട്. ഒരു വശത്തുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മറുവശത്തിന് ഷട്ടറിങ് വർക്ക് നടക്കുകയാണ്. കുറച്ച് ഭാഗങ്ങളായിട്ട് ഇനി കമ്പി കെട്ടിയിട്ട് അതിന് മുകളിലായിട്ട് ഇനി കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ വയഡക്റ്റ് ഉണ്ടാവുകയാണ്. ഇവിടെ മുതൽ മണ്ണടിച്ച് ഉയർത്തണം. നമ്മൾ ആ കോട്ടക്കുന്ന് ഓവർപാസ്സാണ് വരുന്നത്. ഇവിടുന്ന് കുറച്ച് ലെവലാക്കിയിട്ടാണ് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ഇവിടെ മുതൽ മണ്ണെടുത്തിട്ട് താഴ്ത്തിയിട്ടാണ്, നമ്മളെ കോട്ടക്കുന്ന് കുറച്ച് ഉയരമുള്ള പ്രദേശമാണ്. അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് വരുന്നത്. കോട്ടക്കുന്ന് ഭാഗത്തുള്ള ഓവർപാസിൻ്റെ നിർമ്മാണം മുകളിലായിട്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയുള്ള രണ്ട് ഭാഗത്തായും കുറച്ച് ഭാഗങ്ങളിലായിട്ട് സോയിൽ നെയിലിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗേഡറുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ വയഡക്റ്റിന് മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മുടെ വളപട്ടണം പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ നിർമ്മാണം നിലവിലിപ്പോൾ തകൃതിയിൽ നടക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. നമ്മുടെ കോട്ടക്കുന്ന് പാപ്പിനിശ്ശേരി മുതൽ നമ്മുടെ തളിപ്പറമ്പ് കുറ്റിക്കോൽ വരെയുള്ള മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.